നോക്കി, ഞാൻ സ്കൂളിലേ പോയിട്ടില്ല. അയ്യോ, നിനക്കെതിരെ മത്സരിക്കാൻ ഞാനൊരു സ്ഥാനാർത്ഥി എത്തിച്ചിരിക്കും. ഇത് മാളവിക പുരുഷോത്തമൻ, DSc MSc. കോഴി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സോമനാണോ ഒരു വരുത്തിപ്പെണ്ണാണോ ആൾക്കാർക്ക് വലുതെന്നുള്ളത് മത്സരിച്ച് തന്നെ കാണിച്ചു കൊടുക്കും. PPLന്റെ സംവിധായകൻ പ്രവീൺ ചന്ദ്രനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രവീൺ, വെൽക്കം. താങ്ക് യു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് പഴയ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാരും അക്സെപ്റ്റ് ചെയ്യണം, അതെല്ലാരും വളരെയധികം ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നണു. കിട്ടിയ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? അതെ, വളരെ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് അറിയാത്ത ആളുകൾ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പൊ അങ്ങനെ ആളുകൾക്കൊക്കെ ഇഷ്ടാവുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഈ കോമഡി ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോ നമുക്ക് കോമഡിയൊക്കെ വർക്കാവുന്നുണ്ട്, ആളുകൾക്ക് ചിരി വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും വലിയ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആളുകൾ ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് സാധാരണ നമ്മളൊരു പഴയ കാലത്ത് കോമഡി എന്ന് പറയുന്ന രീതിയിലുള്ള സ്ലാപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ളതോ അങ്ങനെയുള്ള രീതിയിലല്ല. അതിന്റെ ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? എഴുത്തിൽ തന്നെ നല്ല തമാശയുണ്ട്. നമ്മുടെ ദീപു പ്രദീപാണ് ഇതിന്റെ തിരക്കഥ. ദീപുവിന്റെ ഈ വേൾഡ് ബിൽഡിംഗ് ഭയങ്കര രസമാണ്. ദീപുവിന്റെ ബ്ലോഗുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ദീപുവിന്റെ ബ്ലോഗുകളുടെ ഒരു ആരാധകനാണ് ഞാനും. അപ്പൊ അങ്ങനെ അവന്റെ ബ്ലോഗുകൾ വായിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാൻ അവനായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോ അത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സീക്വൻസുകളൊക്കെ അവൻ അധികവും ഈ സിനിമയിൽ നിന്നല്ല ഈ കോമഡികളെല്ലാം, അവൻ അവന്റെ ലൈഫിൽ നിന്നും അവന്റെ ഇമാജിനേഷനിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന തമാശകളാണ്. അപ്പൊ അതിനൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ തരത്തിലുള്ള കഥാപാത്രങ്ങൾ, സിനിമകളിലൊന്നും കാണാത്ത എന്നാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ, അതിപ്പോ ഗ്രാമങ്ങളിൽ മാത്രമൊന്നുമല്ല കേട്ടോ, പട്ടണങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണത്. ഈ സ്വഭാവമുള്ള ആളുകൾ അവരുടെ വേഷങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ഇതേ സ്വഭാവമുള്ള ആളുകൾ പട്ടണങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇത് ചെയ്യാനുള്ള ഒരു ത്രില്ലും അത് തന്നെയായിരുന്നു. ആദ്യം സബ്ജക്റ്റ് അല്ലെങ്കിൽ ദീപുവിന്റെ ബ്ലോഗിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരുന്നു, അതോ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു അപ്പൊ ഇതെടുക്കാം അങ്ങനെയായിരുന്നു? എങ്ങനെയത് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് എങ്ങനെയത്? ആക്ച്വലി ഈ പ്രൊജക്ട് ഉണ്ടാക്കുന്നതിൽ എനിക്ക് റോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സിനിമയുടെ പരിപാടിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ തീരുമാനിച്ചു അത് ഇപ്പൊ ചെയ്യേണ്ട, പിന്നീട് കുറച്ച് ശേഷം ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചങ്ങ് പുഷായി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ദീപു എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊജക്ട് അപ്രൂവൽ ആയിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ദീപു വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ പറയുന്ന സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സും ഇതിന്റെ ഈ പറയുന്ന അപ്രൂവലിന് വേണ്ടി ഹോട്ട്സ്റ്റാറിനെ സമീപിച്ചതും ഇനീഷ്യൽ മീറ്റിംഗ്സ് എല്ലാം ദീപുവും നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി E4 എന്റർടൈൻമെന്റ്സും കൂടിയാണ് ചെയ്തത്. വൺസ് അപ്രൂവൽ ആയതിനു ശേഷമാണ് ഞാൻ അതിലേക്ക് വരുന്നത്. വന്ന് ഞാൻ അതിലേക്ക് ഇന്നായി. ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഈ അന്ന് എന്നെ സംബന്ധിച്ച് ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങാൻ. 30 ദിവസത്തെ പ്രീ പ്രൊഡക്ഷനെ കിട്ടിയുള്ളൂ. അതൊരു നോർമലി ആരായാലും, അതിപ്പോ ഒരു പുതിയ ആളായാലും എക്സ്പീരിയൻസ്ഡ് ആളായാലും ഒക്കെ പേടിപ്പിക്കുന്ന ഒരു സാധനമാണത്. ഒരു സിനിമയുടെ ലെങ്ത് അല്ലല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്, കുറച്ചധികം സീനുകളുണ്ട്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു എന്റെ മുമ്പിൽ. പക്ഷെ അത് അങ്ങനെ അപ്പൊ ഒരു പറഞ്ഞാലേ പ്രൊജക്ട് ഓൺ ആവുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് പെട്ടെന്ന് ആ ലോകത്തേക്ക് എത്താൻ പറ്റി. ഒന്നാമത് ഞാൻ ദീപു ഞാനിവിടെ വേറൊരു സിനിമയുടെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദീപുവിന്റെ എഴുത്ത് പെട്ടെന്ന് എനിക്ക് കണക്ട് ആവുമായിരുന്നു. എനിക്ക് ആ ക്യാരക്ടേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയിൽ എനിക്ക് എന്താ പറയാ വലിയ പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു വലിയ ചലഞ്ച്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ തമാശ വർക്കാവുള്ളൂ. അപ്പൊ അത് ഭയങ്കര ചലഞ്ചായിരുന്നു. പക്ഷെ അതും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ദീപുമായിട്ട് ആലോചിച്ചിരുന്ന ആ സിനിമ അത് ഒരുപാട് പുതുമുഖങ്ങളായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ കാസ്റ്റിംഗ് പ്രോസസ്സ് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കാസ്റ്റ് ചെയ്ത് വെച്ച് അതൊരു ഗ്രാമീണ പശ്ചാത്തലം തന്നെയായിരുന്നു. മുഴുവൻ ആളുകളെ എടുത്ത് ഇങ്ങോട്ട് മറിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് കാസ്റ്റിംഗ് ഈ പുതിയ ആളുകളൊക്കെ കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയതും പെട്ടെന്ന് അതിലേക്ക് കയറാൻ പറ്റിയതും. കാസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോഴേ ഇതിൽ പറഞ്ഞ പോലെ ഒത്തിരി ആളുകളുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ സാധാരണ നമ്മളൊരു ഫിലിം ചാർട്ടിങ്ങിന്റെ ആളുകളുടെ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ കുറെ കൂടി തിരക്കുള്ള അവരുടെ ടൈം നോക്കിയിട്ടാണല്ലോ ചാർട്ടിങ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാലോ. ഇത് ഈ പറഞ്ഞ പോലെ 40 ഏറെക്കുറെ 40 മിനിറ്റിന്റെ 7 എപ്പിസോഡിന്റെ അത്രയും കോണ്ടന്റും ഉണ്ട്. അപ്പൊ ഇതില് അനുഭവപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? എന്താ വെച്ചാൽ ചലഞ്ച് എന്ന് വെച്ചാൽ വെറുതെ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം.
അപ്പൊ നമ്മൾ ഈ ഷൂട്ടിലേക്ക് കിടക്കുമ്പോൾ ഇപ്പൊ ഈ 30 ദിവസമാണ് തയ്യാറെടുപ്പിന് കിട്ടിയ ദിവസം, തിരക്കഥ കയ്യിൽ കിട്ടി 30ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് 6ാമത്തെ എപ്പിസോഡിലെ 5ാമത്തെ സീനും 3ാമത്തെ എപ്പിസോഡിലെ 1ാമത്തെ സീനും ഓർഡറിലൊന്നും അല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സീനുകളാണ് എടുക്കുന്നത്. അഭിനയിക്കുന്നതാണെങ്കിൽ ഒരേ അഭിനേതാക്കളും. അപ്പോ ഈ അഭിനേതാക്കളെ ഓരോ സീനിലെയും ഇമോഷൻസിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും വലിയ ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആ സമയത്ത് ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു അഭിനയിച്ചത്, ആസ്വദിച്ചാ അഭിനയിച്ചത് എല്ലാ അഭിനേതാക്കളും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവരും അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ അവർ ഭയങ്കരമായിട്ട്, അവർക്കും ഭയങ്കര വ്യക്തമായിട്ട് അറിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും അതിനെക്കുറിച്ചൊരു കഥാപാത്രങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവർ ഏതുവരെ പോവാം, ഏത് തൊട്ട് ഏതുവരെ പോവാം, എന്താണെന്നുള്ള ഒരു ധാരണ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അതിലേക്കൊക്കെ എത്തിക്കാനൊന്നും വലിയ സമയമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അതൊന്നും അങ്ങനെ വലിയ ചലഞ്ച് ആവേണ്ടതാണ്, പക്ഷെ വലിയ ചലഞ്ചിങ് ഒന്നും ആയിരുന്നില്ല അത്. പിന്നെ കോമഡി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. നമ്മൾ പണിയെടുക്കുകയാണല്ലോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പണിയെടുക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഒരു ഇമാജിനറി ഒരു ഗ്രാമം, ഒരു പശ്ചാത്തലമാണല്ലോ. ശരിക്കും ഷൂട്ടൊക്കെ നടന്നത് എവിടെയാ? ഷൂട്ട് ചെയ്തത് പൂർണ്ണമായിട്ടും വയനാടാണ്. വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി, അമ്പലവയൽ ആ ഭാഗങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് നാടകത്തിൽ നിന്നും എന്നൊക്കെ വന്നിട്ടുള്ള, ഇപ്പൊ പുതുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നിതിന്യ, ഇപ്പൊ പ്രിയ, അങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഇവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവല്ലോ. ലൈക്ക് ഓഫ് കോഴ്സ് ദീപുവിന്റെ സ്ക്രിപ്റ്റ് ഒരു 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 കംപ്ലീറ്റ് സാധനമാണ് കയ്യിലുള്ളത്. അതേസമയം ഇവരുടെ തിയേറ്ററിക്കൽ അല്ലെങ്കിൽ ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന വേറൊരു തരം കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇംപ്രൊവൈസേഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രൊഡക്ഷനിൽ. പിന്നെ ഉറപ്പായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളിപ്പോ സ്ക്രിപ്റ്റ് തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞാലും ആ ഒരു പരിപാടി ക്ലോസ്ഡ് ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഓപ്പൺ ആയിരുന്നു. ഈ പറയുന്ന പോലെ എപ്പൊ കിട്ടുന്ന തമാശയും, അതിപ്പോ ഒരു അഭിനയിക്കുന്ന ആൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അത് ഇങ്ങനെയാൽ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് അത് ശരിയാണോ എന്ന് നോക്കാനുള്ള ആ രീതിയിൽ ഓപ്പൺ ആയിരുന്നു പരിപാടികൾ. പിന്നെ ഈ ആക്ടേഴ്സിന്റെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ അപാരമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പേരുകളുണ്ടല്ലോ, നിതിന്യ, പ്രിയ, ഇവരൊക്കെ ആക്ച്വലി ഈ ക്യാമറയുടെ മുന്നിലാണ് വലിയ പരിചയമില്ലാത്ത, ഇവരൊക്കെ വർഷങ്ങളുടെ പരിചയമുള്ള നാടക നടികളാണ് അവര്. തിയേറ്ററിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സ് ആണ്. ഈ നിതിന്യ ചേച്ചി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത സിനിമയിൽ എന്റെ നായകന്റെ അമ്മയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നതാണ് അവരെ. അപ്പൊ അവര് ഗംഭീര ആക്ട്രസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങളുടെ ഓഡീഷൻ പ്രോസസ്സിലൊക്കെ ശരിക്ക് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവരായിരുന്നു. അതൊന്നും ഞങ്ങൾ എപ്പോഴും പറയും, ഗംഭീര പെർഫോമർ ആയിരുന്നു അവർ. അപ്പൊ അവരെ ഏത് ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അവരേക്ക് ഞങ്ങൾ ആദ്യം എടുത്തിരുന്നു. പിന്നെ അവരുടെ ഒക്കെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈവൻ ആ ക്ലൈമാക്സിലെ ആ സീനൊക്കെ എടുക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് വന്ന് പറയുമായിരുന്നു, നമുക്കത് അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അവര് തന്നെ ആക്ടേഴ്സ് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ഒരു പ്ലേ ഒക്കെ അവർ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ഓടി പോകുന്ന സമയത്ത് ധൃതി നിസാർ എന്ന് പറയുന്ന ആളെ ഓടി അവരുടെ മുന്നിലെത്തുന്ന സമയത്ത് പിടിച്ചങ്ങ് തള്ളുന്നുണ്ട്. അതൊക്കെ അവര് തമ്മിലുള്ള ഒരു പ്ലേ സെറ്റിംഗ് ആയിരുന്നു അത്. അപ്പൊ ആ രീതിയിൽ എന്താ പറയാ, ആ രീതിയിലുള്ള സാധനങ്ങൾക്ക് ഞാൻ ഓപ്പൺ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആ രീതിയിലൊരു സമീപനമായിരുന്നു ഞാൻ അവരോട് ഉണ്ടായിരുന്നത്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലാതെ, ഇങ്ങനെ പിടുത്തമില്ലാതെ ഉള്ള അഭിനയം ഉണ്ടല്ലോ. അപ്പൊ വളരെ സെറ്റിൽ ആയിട്ടുള്ള, ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം, അതേസമയം രാധാകൃഷ്ണനോട് കൊടുക്കുന്ന എക്സ്പ്രഷൻ വേറെയാണ്. കൈൻഡ് ഓഫ് ആ ഒരു പ്ലേ വർക്ക് ആവണെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞ മറ്റേ ആ കല്യാണ വീട്ടിൽ കണ്ടില്ലേ, കല്യാണ വീട്ടില് പുള്ളി വന്നിട്ട് നിധി, പുള്ളിക്ക് പറയാനും പറ്റില്ല നിധി എന്നുള്ള കാര്യം. അപ്പൊ പുള്ളിക്കാരൻ മടിച്ചു മറ്റേ സാധനം ഇല്ലേ, മറ്റേ സാധനം എന്നൊക്കെ പറയുന്ന സാധനം. ഇവർ രണ്ടുപേരും നല്ല പെർഫോമേഴ്സ് ആണല്ലോ. അപ്പൊ ശിവജിയേട്ടനാണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയ, സിനിമയിലാണെങ്കിലും അഭിനയത്തിൽ ഭയങ്കര പരിചയമുള്ള ആളാണ്. അപ്പൊ അവരൊക്കെ തമ്മിലുള്ള ഇംപ്രൂവൈസേഷൻ അവിടെ നടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ പ്ലേ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഇംപ്രൂവൈസേഷൻ തന്നെയാണ് അതിനകത്ത് ഉള്ളത്. ഇപ്പൊ ഈവൺ പ്രിയയാണെങ്കിലും മറ്റേ ആ മകനെ കാണാതെ ആ സീക്വൻസിലൊക്കെ അവർ കുറെ കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോഴേ, നമ്മൾ അവരെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒഴുക്കിനൊരു തടസ്സം വരും. ഈ പെർഫോമൻസിന്റെ ഒഴുക്കിനൊരു തടസ്സം വരും. അത് ചെയ്യാതെ അവരുടെ ഒഴുക്കിന് വിടുക, എന്നിട്ട് നമ്മളുടെ ക്യാരക്ടറിന്റെ ബോക്സിൽ അവർ പുറത്തു പോകുന്നു എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് അത് അത്ര വേണ്ടെന്ന് പറയാന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ അഭിനയിപ്പിക്കുന്നതിൽ സ്വീകരിച്ചിരുന്ന ഒരു പരിപാടി. അത് വർക്കായും തോന്നുന്നു. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ലീഡർഷിപ്പ്, അതേസമയം ആ ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു ഇൻഡിവിജ്വൽസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു
ഒരു കാര്യമുണ്ടല്ലോ. ഇത് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പ്രവീണിന്റെ പശ്ചാത്തലത്തിനെ കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടി വരും. എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്? ഒരുപാട് നല്ല സിനിമകൾ, ഒഴിമുറി തുടങ്ങി കുറുപ്പ് ഒക്കെയുള്ള നല്ല സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോ എങ്ങനെയാ സിനിമയിലേക്ക് വന്നിട്ടുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പഠനത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ അസ്കിത എവിടെയോ ഒന്ന് കൂടി. അപ്പോ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒരു വളരെ നാട്ടിൻപുറത്താണ് ജനിച്ചു വളർന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കുറേ ഉള്ളിലേക്കാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു ഗ്രഹമാണ്. സിനിമ വേറൊരു പ്ലാനറ്റ് പോലെയാണ് ആളുകൾ കാണുന്നത്. അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ വലിയ പാടാണ്. ഷൂട്ടിംഗ് ഒന്നും വന്നിട്ടേ ഇല്ല ഈ നാട്ടിലൊന്നും. അപ്പോ പിന്നെ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ട്രിവാൻഡ്രത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സിനിമകളിൽ ഈ പറഞ്ഞ പോലെ സഹസംവിധായകനായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. ബേസിക്കലി ഞാൻ ഓരോ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റുഡന്റ് ആണ്. അത് ഇപ്പോഴുമാണ്. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റികൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഡയറക്ടർ തൊട്ടിട്ട് അവസാനം വരെ അവരിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റി ആയിരിക്കാം മേ ബി ഈ പറയുന്ന ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തീർക്കാനും ഈ പറഞ്ഞ പോലെ ഇവരെയൊക്കെ അഭിനയിപ്പിക്കാനൊക്കെ പറ്റിയത് അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്ന് ഇപ്പൊ ഇത് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയാണ്. ഹോട്ട്സ്റ്റാർ ഇപ്പൊ നല്ല കുറച്ച് വെബ് സീരീസും ഇതൊക്കെ ആയിട്ട് അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്രൈം ഫയൽസും മാസ്റ്റർ പീസും ഇപ്പോ ഇതും ആ രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ അനന്തപത്മനാഭൻ അതിന്റെ കോണ്ടന്റിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ്? മേജർ സെഷൻ ഞാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വൺസ് സ്ക്രിപ്റ്റ് ആദ്യം ഇവൻ സ്റ്റോറി ഐഡിയ ദീപു സബ്മിറ്റ് ചെയ്തു. അത് അവർ ഓക്കെ പറയുന്നു. അതിനുശേഷം സ്ക്രിപ്റ്റ് ചോദിക്കുന്നു, സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. അത്തരം പ്രോസസ്സുകളും അവർ തമ്മിൽ ഇന്ററാക്ഷൻ സെഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ ഹോട്ട്സ്റ്റാറിന്റെ ഇതുവരെ വന്ന 2 സീരീസുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന അവരുടെ ലൈനപ്പിലുള്ള സീരീസുകളാണെങ്കിലും എല്ലാം ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടേഴ്സ് ആണ്. മുൻപ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സിനിമയെങ്കിലും ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സാണ്. ഈ ലൈനപ്പിൽ ആകെ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ ആ രീതിയിൽ ഞാനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ തിരക്കഥയിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഓക്കെ ആയിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ എന്നോട് ഗോ ഹെഡ് പറഞ്ഞത്. അപ്പോ എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ഓണറാണല്ലോ അത്. നമുക്കൊരു പുതുമുഖം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിരുന്നു. പിന്നെ കൂടാതെ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഈ ഒരു അവസരം ഞാനെങ്ങാൻ എന്താ പറയാ പാഴാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു പുതുമുഖത്തിനുള്ള ഒരു അവസരമായിരിക്കാം നിഷേധിക്കപ്പെടുന്നത്. മേ ബി ഇത് നന്നായി വന്നില്ലായിരുന്നെങ്കിൽ ഇനിയൊരു പുതിയ ഡയറക്ടർക്ക് അവർ മേ ബി അപ്രൂവൽ കൊടുക്കില്ലായിരിക്കും. അവരൊന്ന് ചിന്തിക്കും. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ സീരിയസ്ലി ഞാൻ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് എങ്ങനെയെങ്കിലും നന്നാക്കണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാസ്റ്റിംഗിന്റെ ഘട്ടത്തിലാണെങ്കിലും ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഞാൻ കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു പുതിയ ആളെന്നുള്ള രീതിയിൽ അത് എന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കൃത്യമായി ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാലേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയാ ഫുൾ സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓരോ സ്റ്റേജും ഞാൻ അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ അതിലൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൊട്ട് അവരതിലെല്ലാം ഇംപ്രസ്ഡ് ആയിരുന്നു. അവരുടെ ഭാഗത്തുള്ള സപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. ഇനീഷ്യലി വയനാട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ അത് ശരിക്കും ആക്ച്വലി എല്ലാവരും ചോദിക്കും, എന്തിനാണ് വില്ലേജ് ഷൂട്ട് ചെയ്യാൻ വയനാട്ടിൽ പോകുന്നത്? നിങ്ങൾക്ക് പാലക്കാട് ഷൂട്ട് ചെയ്തൂടെ, അല്ലെങ്കിൽ തൃശ്ശൂർ ഷൂട്ട് ചെയ്തൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു. പാലക്കാട് വേറൊരു തരത്തിൽ, പാലക്കാട് വില്ലേജ് കൊല്ലംകോടൊക്കെ കാണാൻ വേണ്ടി ദൂരം നിന്ന് പോലും ആളുകളൊക്കെ വന്ന് അതിന്റെ ഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പാലക്കാടിന് ഭംഗി കുറവായതുകൊണ്ടേ അല്ല ഞാൻ വയനാട്ടിലേക്ക് പോയത്. പാലക്കാട് ഷൂട്ട് ചെയ്തിരുന്നെങ്കിലും ഇത് ഇതുപോലെയൊക്കെ ഭംഗി ആയേനെ ഒരു പക്ഷേ. പാലക്കാട് ഈ പറഞ്ഞ പോലെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഈ ലൊക്കേഷൻസ് ഒക്കെ കുറെ യൂസ്ഡ് ആയിട്ടുണ്ട്. ഒരു ഒരു പുതുമ കിട്ടും വയനാട്. അത് കൂടാതെ പിന്നെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ ആക്ടേഴ്സിന്റെ ഒന്നും സ്ലാങ്ങുകളിൽ ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ കുട്ടേട്ടൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കുട്ടേട്ടൻ സംസാരിക്കുന്നത് ഒരു കോട്ടയം സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും സംസാരിക്കുന്നത് കോട്ടയം സ്ലാങ് ആണ്. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടേട്ടൻ കൂടുതൽ എന്താ പറയാ അതിലാണ് പുള്ളി കുറച്ച് എളുപ്പം പുള്ളിക്ക് അതാണ്. അപ്പൊ അതൊന്നും റെസ്ട്രിക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് പുള്ളിയൊരു സ്ലാങ്, പുള്ളിയുടെ മകൻ തൃശ്ശൂർ സ്ലാങ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതി വരരുത്, അതിനകത്തൊരു ഈ പറയുന്ന പോലെ ഒരു ഒതുക്കം വരണമെന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലതരം സ്ലാങ്ങുകളുള്ള ആളുകൾ, പല നാടുകളിൽ നിന്ന് വന്ന ആളുകൾ എപ്പോഴും താമസിക്കുന്നത് കുടിയേറി ഈ മലയോര മേഖലകളിലാണ്, കുടിയേറ്റ മേഖലകളിലാണ്.
ഒരു മലയോര ഗ്രാമം ആവണമെന്നുണ്ടായിരുന്നു. അപ്പോ അത് അത് മേ ബി പാലക്കാടൻ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വയനാട്ടിലേക്ക് പോയത്. പശ്ചാത്തലങ്ങളിലൊക്കെ നിറയെ മലകളുള്ള, കൃഷിസ്ഥലങ്ങളുള്ള, എവിടേക്കോ അന്യനാടുകളിൽ നിന്നൊക്കെ കുടിയേറിയ കുറെ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആവണം പേരിലൂർ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കാരണം വയനാട് സെലക്ട് ചെയ്യാൻ. രണ്ടാമത്തെ ഒരു മേജർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിത് ഷൂട്ട് ചെയ്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഫുൾ കോമഡി സീരീസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. പാലക്കാട് 40 ഡിഗ്രിയിൽ ആളുകൾ സൂര്യാഘാതമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഫുൾ ഔട്ട്ഡോർ സീൻസ് ആയിരുന്നു. നമ്മുടെ ഒരു 60% 70%-ഓളം ഔട്ട്ഡോർ സീൻസ് ആണ്. ആ സമയത്ത് നമ്മൾ പാലക്കാട് ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കോമഡി ഒക്കെ വരാൻ നല്ല പാടായിരിക്കും. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഷൂട്ട് ഒന്ന് തീർത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ചിന്തയേ ഉണ്ടാവുള്ളൂ. ഇംപ്രൊവൈസേഷൻസ് ഒന്നും സാധ്യമാവില്ല. എല്ലാവർക്കും തീർക്കുക തീർക്കുക എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും ശരി, അപ്പൊ അവർക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടെങ്കിലേ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടെ വെച്ചിട്ടാണ് വയനാട്, വേനൽക്കാലമാണെങ്കിലും വയനാട് നല്ല തണുപ്പായിരുന്നു. വെയിലുണ്ട്, പക്ഷെ തണലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അവിടെ. അപ്പൊ അതും ഒരു കാരണമായിരുന്നു. പക്ഷെ അത് ഭാഷ മനഃപൂർവ്വം ചോദിക്കായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്തിനാണ് ശ്രീകുട്ടൻ അങ്ങനെ ഒരു ഭാഷ പ്രയോഗം നടത്തുന്നത് അതെ എന്നുള്ള രീതിയിൽ അത് അതെ അതിനൊരു ഉം, കാരണമുണ്ടോ അങ്ങനെ? അത് സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. കുറെ ആളുകൾ അങ്ങനെ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നുണ്ട്. സണ്ണി വെയിൻ ഉപയോഗിച്ച ഭാഷ മാറിയതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത്. സത്യത്തിൽ അത് സണ്ണി വെയിൻ, അത് അതിന്റെ ഉത്തരവാദിത്വം എനിക്കും കൂടെയാണ്. കാരണം അത് ഞാനും പറഞ്ഞിരുന്നു അത് ആ ഭാഷ ഉപയോഗിക്കാൻ. അതായത് ഞാനൊക്കെ താമസിക്കുന്ന ഈ നാടുകളിലൊക്കെ ഉള്ള ഈ സണ്ണി വെയിൻ എന്ന് പറയുന്ന ശ്രീകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ എന്താ പറയാ, ഒരു ആഢ്യത്വമുള്ള തറവാട്ടില്, അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ ഫാമിലിയിൽ ഒരു തറവാടിത്തം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലിയാണ് അവനും അവന്റെ അച്ഛനും ഒക്കെ. അതിൽ കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങളിൽ നമുക്ക് കേൾക്കാം. മറ്റേ പെണ്ണ് കാണാൻ പോകുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പൊ ഈ പറമ്പല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അവരൊക്കെ പഴയ ആഢ്യത്വത്തിൽ എവിടെയോ ഇപ്പോഴും അതിൽ വിശ്വസിച്ച് നടക്കുന്ന കുറെ ആളുകളാണ് അവര്, കാരണവന്മാരാണ് അവര്. ആ കാലഘട്ടമൊക്കെ മാറിപ്പോയാൽ ഇപ്പോഴും അവർ അതിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് തലയിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ആക്ച്വലി ശ്രീകുട്ടനും. പക്ഷെ അവനൊക്കെ ആക്ച്വലി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ തലമുറയിലൊന്നും അങ്ങനെയൊന്നും ആരും ഇല്ല. അവനും മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആ പെണ്ണിനോട് അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഇല്ലാട്ടോ ഒരു നമ്പൂതിരി ഭാഷ സംസാരിക്കാമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരുന്നതായിരുന്നു. ഒരു തറവാട്ടിലെ ഉണ്ണിയാണ്, ഇപ്പോഴും അഡ്യത്തുള്ള തറവാട്ടിനാണ്, മാന്യനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴും കാരണവന്മാരോട് സംസാരിക്കുമ്പോഴും ആ ഭാഷ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഇവൻ വീട്ടിലെ വാഴത്തോട്ടത്തിൽ, പുറകിലെ വാഴത്തോട്ടത്തിൽ പോയി സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഇവൻ കൂട്ടുകാരുടെ കൂടെ കള്ളു കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയുള്ള ആളാണ് അവൻ. പക്ഷെ ഇവൻ കാരണവന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇല്ലേ അച്ഛാ, ഇല്ലേ മാമേ എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു. പക്ഷെ ആളുകൾ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണാനുള്ള ഒരു കാരണം, ആദ്യത്തെ എപ്പിസോഡിലെ എല്ലാ സീനുകളും ഒന്നുമില്ലെങ്കിൽ പെണ്ണ് കാണലോ ഇല്ലെങ്കിൽ കാരണവന്മാരോട് സംസാരിക്കലോ ആണ്. രണ്ടാമത്തെ എപ്പിസോഡിലെ മുഴുവൻ സീനുകളും കൂട്ടുകാരന്മാരുമായിട്ടും അനിയനുമായിട്ടുള്ള സീനുകളാണ്. അപ്പോൾ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വല്ല സ്ലാങ് അങ്ങ് മാറി. അപ്പൊ അതൊരു മിസ്റ്റേക്ക് പോലെ ആളുകൾ കണ്ടു. അത് മേ ബി അത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യം അവന്റെ നോർമൽ സ്ലാങ് കാണിച്ചിട്ട് പിന്നെ ഒരു മാറ്റം കാണിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾക്ക് കിട്ടിയേനെ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കമന്റുകൾ കാണുന്ന സമയത്ത്. അത് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ഇതപ്പം ഉം ഉം. എത്ര നാളെടുത്തു ഈ ഷൂട്ടിന്റെ ഒരു പ്രോസസ്സ്? അതുപോലെ ഒരു കാര്യം ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? ഇത് എങ്ങനെ മാനേജ് ചെയ്ത് സത്യം പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഷൂട്ടിംഗ് മെയിൻറ്റെയിൻ അല്ലായിരുന്നു, ചെയ്യുകയും പോസ്റ്റ് വേണം. പ്രൊഡക്ഷൻ ആയിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു ഒരു ലെങ്തി പ്രോസസ്സ്. പിന്നെ ഷൂട്ടിംഗ് 65 ദിവസമാണ് നമ്മൾ ഇതിന് ഷൂട്ട് ചെയ്യാൻ എടുത്തത്. 65 ദിവസം സത്യം പറഞ്ഞാൽ ഒരു ചെറിയ സമയമാണ്. കാരണം ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാൻ. 65 ദിവസം കൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ പറ്റി. അത് ഈ പറഞ്ഞ പോലെ E4 എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു നമ്മളെ പ്രൊഡക്ഷൻ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ദിലീപ് എടപ്പറ്റ എന്ന് പറയുന്ന ആള്, എന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹൈൽ, എന്റെ ഡയറക്ഷൻ ടീം, എല്ലാവരും ഭയങ്കര എഫിഷ്യന്റ് ആയി നിന്നതുകൊണ്ടാണ് ആ സിസ്റ്റം കൃത്യമായി വർക്കായി 65 ദിവസം കൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് പൂർത്തീകരിക്കാൻ പറ്റിയത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് എത്തിയപ്പോഴാണ് പണി പാളിയത്. കാരണം ഡബ്ബിംഗ് ആയിരുന്നു, ഇത് സിങ് സൗണ്ട് ആയിരുന്നില്ല. അപ്പോ പരമാവധി അഭിനയിച്ചവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, ഡബിങ് ആർട്ടിസ്റ്റുകളല്ലാതെ. അപ്പൊ അത്ര എന്താ പറയാ, വടിയൊത്ത ഭാഷയല്ലാതെ അവരൊക്കെ സംസാരിക്കുന്ന പോലെ കുറച്ച് റോ ആയിട്ടുള്ള ഒരു സംസാരം കിട്ടണമെന്നുണ്ടായിരുന്നു. അത് നോക്കിയ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ 2 മാസം എടുത്തു ഇതിന്റെ ഡബ്ബിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 125ഓളം കഥാപാത്രങ്ങളുണ്ട്, അത്രയും പേര് ഡബ് ചെയ്തിരുന്നു. പിന്നെ അവർക്കൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പലർക്കും അത്ര അങ്ങ് വഴങ്ങില്ലായിരുന്നു. അവരെ അതിലേക്ക് എത്തിക്കാനൊക്കെ നല്ല സമയം എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇച്ചിരി എന്താ പറയാ, നമ്മൾ ഇത്തിരി പാടുപെട്ടത് ഡബ്ബിംഗ് ആയിരുന്നു.
പക്ഷെ പുറകിൽ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാവരും ക്യാരക്ടേഴ്സ് ആണല്ലോ. ഈ പുറകിൽ നിൽക്കുന്ന ആളായിരിക്കും അടുത്ത എപ്പിസോഡിൽ മുന്നിൽ നിൽക്കാൻ പോകുന്ന ആള്. അപ്പൊ അവരുടെയൊക്കെ സംസാരം എല്ലാ സീനിലും നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഈ ക്യാരക്ടറിന്റെ ഒരു ബോക്സിൽ നിന്ന് പുറത്തു പോകാതെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ ഡബിങ് ഇച്ചിരി സമയമെടുത്തൊരു പ്രോസസ്സായിരുന്നു നമുക്ക്. ഇതിന്റെ ടീം വർക്ക് ചെയ്തത് പ്രവീണിന്റെ തന്നെ എന്താ പറയാ അസിസ്റ്റൻസും അങ്ങനെയുള്ള ആളുകളാണോ, അതോ യു ഗ്യാദർഡ് എ ടീം ഫോർ ദിസ്? അല്ല, ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ എന്റെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അവൈലബിൾ ആയത് ഞാൻ ഹാൻഡ് പിക്ക് എടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ മിടുക്കന്മാരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തീർത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൺസ് എല്ലാവരും ജോയിൻ ചെയ്ത സമയം തൊട്ടിട്ട് എല്ലാവരും ഈ സ്ക്രിപ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പറയുന്ന റീൽസ് ആവുന്ന പല തമാശകളും എല്ലാം തിരക്കഥയിലുള്ളതൊന്നുമല്ല. പലതും നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത തമാശകളൊക്കെയാണ് പലതും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ ചർച്ച ഉണ്ടായിരുന്നു. വൺസ് ഇതിൽ ജോയിൻ ചെയ്ത ആ ദിവസം തൊട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ചായിരുന്നു. ഊണും ഉറക്കവും കിടത്തവും എല്ലാം. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്താണ് ഈ സീനിലെ ഇംപ്രൊവൈസേഷൻസ് എല്ലാം ചെയ്തിരുന്നത്. ഈവൻ ഷൂട്ട് നടക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ സീനിന്റെ ചർച്ചകളാണ്. അങ്ങനെ ചർച്ച ചെയ്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിന്റെ ഒരു ഹാർമണി കാണുന്നുണ്ട്. നമുക്ക് വേറെ ഒന്ന് എനിക്ക് രസം തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടേട്ടനാണെങ്കിലും അവരുടെ മേക്ക് ഓവർ ഭയങ്കര ചാമിങ് ആയിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. മേക്ക് ഓവറിലും എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ശ്രദ്ധപ്പെടുത്തുണ്ടായിരുന്നു? ഒന്ന് ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനും ഒരു പറയുന്ന ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് കുറേ ആളുകളും കുറേ ക്യാരക്ടേഴ്സും എന്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെ റെഫറൻസ് ഈ പറയുന്ന ഞാൻ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന എന്റെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന കുറെ ആളുകൾ തന്നെയായിരുന്നു ഇതിന്റെ റെഫറൻസ്. ഒന്ന്. രണ്ട്, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിലുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ മേക്കപ്പ് ആൻഡ് അമല്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നിസാർ ഒക്കെ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈ പറയുന്ന പോലൊക്കെ ഗ്രാമീണരായ മനുഷ്യരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് പറയുന്ന സമയത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അപ്പൊ അവരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടേട്ടന്റെയൊക്കെ ഗെറ്റപ്പിന്റെ കാര്യത്തിൽ കുട്ടേട്ടനും ഭയങ്കരമായിട്ട് എന്താ പറയാ ഇൻവോൾവ് ആയിരുന്നു ആ പ്രോസസ്സിൽ. ഞങ്ങൾ ഒരുമിച്ചാണ്, മേക്കപ്പ് മാനും ഞാനും കുട്ടേട്ടനും ഒക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ചാണ് അതിന്റെ സ്കെച്ചിങ്ങും പരിപാടി തൊട്ടൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. കുട്ടേട്ടൻ പറഞ്ഞിരുന്നു, പുള്ളി നിങ്ങളൊരു രൂപം വരച്ചിട്ട് നാളെ മുതൽ നിങ്ങൾ ആ രൂപത്തിലേക്ക് കയറണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ പ്രോസസ്സിൽ എന്നെയും കൂടെ ഒന്ന് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രാജുവലി എനിക്ക് അതിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു പ്രോസസ്സിൽ ആക്ടർ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ കുട്ടേട്ടൻ. പുള്ളി നമുക്കൊരു ഗുരുതുല്യനായ മനുഷ്യനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ. ഈ പറയുന്ന പോലെ ഈ ഹാസ്യരംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എപ്പോഴും പറയായിരുന്നു, അതൊരിക്കലും ബലം പ്രയോഗിച്ച് തമാശ വരുത്തരുത്. നിങ്ങളൊരു സുന്ദരിയായ സ്ത്രീയെ നിങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ചാൽ അവള് വരില്ല. പതിയെ അനുനയിപ്പിച്ച് വേണം അവളെ കൂടെ കൊണ്ടുവരാൻ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഹാസ്യവും കൈകാര്യം ചെയ്യേണ്ടത്. ബലം പ്രയോഗിച്ച ഹാസ്യം കൊണ്ടുവരരുത്, അത് പതിയെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്. ഈ കാര്യം പറയുമ്പോഴാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു ആക്ടേഴ്സിന്റെ ഒരു ഈസ് ഉണ്ടെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പൊ അശോകേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അശോകേട്ടനാന്നുള്ള സംഭവം ഒക്കെ മറന്നു പോകും. ഈവൻ കുട്ടേട്ടനാണെങ്കിലും പ്രത്യേകിച്ച് പഴയ ആളുകൾ നമ്മൾ കാണുന്ന ആക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് അവര് ഓക്കെ ഇങ്ങനെ ഒരു കഥാപാത്രം ഇപ്പൊ കുഞ്ഞിപ്പയാണെങ്കിലും പുള്ളി താടിയൊക്കെ മേക്ക് ഓവർ, അവിടെയും മേക്ക് ഓവറിന്റെ ഒരു ഇതുണ്ട്. പുള്ളി താടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോ വേറൊരു നമുക്ക് കുറെ കൂടി പ്രിയം തോന്നുന്ന രീതിയിലുള്ള പ്രതാപേട്ടൻ ഒക്കെയാണ്. അപ്പോ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ അശോകേട്ടനെയൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോഴേക്കിനും വെറ്ററൻ ആണ്, സോ കോൾഡ്. ഇത്രയും എനിക്ക് എപ്പോഴും പത്മരാജൻ ഒക്കെ കണ്ടെത്തിയ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഒരാളുകൾ. എനിക്ക് ഭയങ്കര ആ ഒരു ഈസ് ഭയങ്കര രസം തോന്നില്ല. ഇവർക്ക് ഇങ്ങനെ ക്യാരക്ടറായിട്ട് വരുമ്പോഴേ, ഇപ്പോ നൻപകലില്ല തുടക്കത്തിൽ വരുന്നത് കുറച്ച് ഡിം ലൈറ്റിലാണ് വരുന്നത്. അത് അശോകേട്ടനാന്ന് തന്നെ മനസ്സിലാവില്ല ആദ്യത്തെ വരവിൽ. കഴിയുന്ന സമയത്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അശോകേട്ടനാന്ന് മനസ്സിലാവുന്നത്. അപ്പോ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അശോകേട്ടനെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം അതെങ്ങനെയായിരുന്നു, അതിനെങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ വേണ്ടി. ഈ അശോകേട്ടനെ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പത്മനാഭൻ സാറുടെ ഒക്കെ പഴയ സിനിമകൾ, ഇപ്പൊ KG ജോർജ് സാറുടെ യവനിക എന്ന് പറയുന്ന സിനിമ,
യവനിക ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ പിന്നീട് എപ്പോഴും ഒരു IFFK KG ജോർജ് യവനിക അന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഏഹ് പുള്ളി ആ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സ്വന്തം അച്ഛനല്ലേ സാറേ, കൊന്നെങ്കിൽ കൊന്നു എന്ന് പറയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകളിലും ഒക്കെ ഉണ്ട്. കാലാട്ടി ഇങ്ങനെ മുണ്ടൊക്കെ ബാക്കിലേക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആ നൃത്തമൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അന്നേ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കേമൻ സോമന് വേണ്ടി ഇങ്ങനെ പലരെയും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന സമയത്താണ് നൻപകൽ നേരത്ത് മയക്കം റിലീസാവുന്നത്. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്താണ് പെട്ടെന്ന് യെസ്, ഈ അശോകൻ ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ആളെന്നുള്ളൊരു തോന്നല് വരുന്നത്. അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം പറഞ്ഞു അശോകൻ ചേട്ടനാണ് അതിന് പെർഫെക്റ്റ്, വേറെ ഇനിയിപ്പം പിന്നെ നമുക്ക് മാറ്റി ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ അശോകൻ ചേട്ടനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ സമയത്ത് അശോകൻ ചേട്ടനാണെങ്കിൽ ഡേറ്റ്സിന്റെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പൊ കുട്ടേട്ടനോട് ഇത് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയും പറഞ്ഞു അയ്യോ ഇനി അത് വേറെ ആരെയും കിട്ടില്ല, പുള്ളിയെ തന്നെ വിളിച്ചോ, അത് പെർഫെക്റ്റ് കാസ്റ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു പേഴ്സണലി കുട്ടേട്ടനെ വിളിച്ച അശോകൻ ചേട്ടനോടൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ പേഴ്സണലി ഒരുപാട് സംസാരിച്ചിട്ടാണ് അശോകൻ ചേട്ടൻ ഇതിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഈ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അശോകൻ ചേട്ടൻ ചിരി തുടങ്ങും. ഭയങ്കരമായിട്ട് ആസ്വദിച്ച പുള്ളി ചെയ്തത്. കാരവാനിൽ പോയി ഞാൻ ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളി ചിരി തുടങ്ങും. ഓ ഇങ്ങനെ ഒരു മണ്ടൻ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ചിരിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി ആസ്വദിച്ചാ ചെയ്തത്. ഭയങ്കര രസമായിരുന്നു ഷൂട്ടിങ്. ഈ പറഞ്ഞ പോലെ എഫേർട്ട്ലെസ് ആയിട്ടാണ് അതൊക്കെ ചെയ്തത്. എൻജോയ് ചെയ്താ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു ഭയങ്കര വേറൊരു പരിപാടി പിടിക്കണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ലാങ്ങിലേക്കോ പരിപാടിയിലേക്കോ ഒക്കെ ഒതുക്കുമ്പോൾ ഈ കോൺഷ്യസ്നെസ് അതിലേക്ക് വരും. ഇപ്പൊ ഈവൺ ഒരു വിഗ് വെച്ച് കൊടുത്താൽ പോലും പുള്ളിയുടെ ശ്രദ്ധ ആ വിഗിലേക്ക് വരും. അപ്പൊ അതൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആകെ പുള്ളിയുടെ ഹെയർ ഒന്ന് ചീകി വെച്ചതും മീശയും ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ആക്കിയതും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ്. ആ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് ഒരു മുണ്ടും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സഞ്ജി പിടിച്ച് പോകുന്ന സീനൊക്കെ ക്ലാസിക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അത് പഴയ നമുക്ക് തോന്നിയിരുന്നു. കാരണം അദ്ദേഹത്തെ ഈ ഗദറിലും മുണ്ടിലും മാത്രം കാണിക്കാതെ അദ്ദേഹത്തിന്റെ വീട് കാണിക്കുക, ഒരു സീനിൽ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനായിട്ട് കേമൻ സോമനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയോ നമ്മൾ ബാലരമയിലൊക്കെ വായിച്ച സൂത്രനും ഷേരും ഒക്കെയാണ് എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ വന്നിരുന്നത്. എപ്പോഴും മണ്ണനാക്കപ്പെടുന്ന തോൽക്കുന്ന കടുവയും കുറുക്കനായ മറ്റേ പീതാംബരനും ആയിരുന്നു എന്റെ മനസ്സിൽ. അതുകൊണ്ട് ആ ചിഹ്നങ്ങളൊക്കെ അങ്ങനെ കൊടുത്തത്. അപ്പോ മറ്റേ ഇയാൾ ഈ മലയോര ഗ്രാമത്തിൽ ഇവിടുന്ന് കുടിയേറി താമസിച്ച ആളാണ്. എന്റെ മനസ്സിലുണ്ടായിരുന്ന കൺസെപ്റ്റ് അങ്ങനെയാണ്. പീതാംബരൻ ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ പുറം നാടൊക്കെ കണ്ടിട്ടുള്ള ആളാ പീതാംബരൻ. അതിന്റെ വിളവ് പീതാംബരനുണ്ട്. ഇവരൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരായി ഇവരൊക്കെ. അപ്പൊ ഈ കേമൻ സോമനാണെങ്കിൽ അയാൾ അത്ര വക്രബുദ്ധിക്കാരനല്ല. അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെടാത്ത ആളുള്ളൂ. എന്നാൽ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ വക്രബുദ്ധികളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ മറ്റേ അദ്ദേഹം ഭയങ്കര വക്രബുദ്ധിക്കാരനും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു പീതാംബരൻ. അതൊക്കെയായിരുന്നു നമ്മൾ ഈ ക്യാരക്ടറൈസേഷനിൽ നമ്മൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ രണ്ടിരട്ടി സാധനങ്ങളാണ് അവർ തിരിച്ച് തന്നുകൊണ്ടിരുന്നത്. ഒരു എക്സ്പീരിയൻസും ഭയങ്കരമാണല്ലോ. പ്രവീണിന്റെ ഇനിയുള്ള പ്രൊജക്ട്സിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നും. ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു സിനിമ ദീപുമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സീരീസ് പെട്ടെന്ന് അവിചാരിതമായിട്ട് കയറി വന്നത്. അപ്പോ കഴിഞ്ഞ ഒരു വർഷത്തോളം ബാക്കിയെല്ലാം ബ്രേക്ക് ചെയ്ത് ഇതിന്റെ പ്രോസസ്സിന്റെ പുറകിലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും ദീപുമായിട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ആ സിനിമയുടെ വീണ്ടും വർക്കുകളിലേക്ക് കയറുകയാണ്. അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ്. അതിന്റെ കാസ്റ്റിംഗ് പ്രോസസ്സ്, മെയിൻ കാസ്റ്റ്, മേജർ കാസ്റ്റിന്റെ പരിപാടികൾ നടക്കുന്നു. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അതും ഇതേപോലെ തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. പക്ഷെ ഈ പേരിലൂർ പോലൊരു നാടല്ല, അത് വേറെ കുറച്ചുകൂടെ ഭയങ്കര റിയലിസ്റ്റിക് ആയ കേരളത്തിലുള്ള ശരിക്കുമുള്ള ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. അജുവിന്റെ ക്യാരക്ടർ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സട്ടിൽനെസ് ഉണ്ട്. അതായത് അത് വേണമെങ്കിൽ കൈവിട്ട് പോകാവുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ദീപു എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബൈക്ക് കൊണ്ട് ഇടിച്ചിട്ട് എയർ ബാഗ് പുറത്തു വന്ന്, അപ്പൊ ആ കാറ് കേട് വന്ന് കാറിന് ഓടിക്കാൻ പറ്റാത്ത എയർ ബാഗ് പുറത്തു വന്നിരിക്കും. ഈ സംഭവം പറയുന്നില്ലല്ലോ. അതെ അതെ, അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങൾ. എന്നാ പുള്ളിയുടെ എക്സ്പ്രഷനിൽ ആ ഒരു പ്രശ്നവും ഇല്ല. പുള്ളി എന്താ പറയാ, മറ്റേ മീറ്റിംഗ് കലക്കേണ്ട ആള് സോമന്റെ മീറ്റിംഗിന്റെ അങ്ങനെ കുറെ സംഭവങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടർ എന്താ പറയാ ക്രിയേഷൻ ആണ്. അതേപോലെ നിഖിലയുടെ എങ്ങനെ നിഖിലയുടെ കാസ്റ്റിംഗ് എങ്ങനെയാ വന്നിട്ട് അതുകൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നിഖിലയുടെ കാസ്റ്റിംഗ് അതാ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യണം. പ്ലസ് ഇതിനകത്ത് ആരുടെയും പേഴ്സണൽ ആത്മസംഘർഷങ്ങളിലേക്ക് ഒന്നും ഇത് പോകുന്നില്ല ശരിക്കും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിഖിലയിലേക്ക് പോകുന്നുള്ളൂ.
അത് അങ്ങനെ ഒരു മാളവിക എന്ന് പറയുന്ന ഇങ്ങനെ ഒരു നാട്ടിൽ എത്തിപ്പെട്ട് അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളൊക്കെ ആ പെൺകുട്ടി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയും വേണം. പ്ലസ് വളരെ പക്വതയുള്ള ഒരു പെൺകുട്ടി ഡീൽ ചെയ്യേണ്ട ഒരു പദവി, ഒരു പക്വതയും ഇല്ലാത്ത ഒരാള് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ പറഞ്ഞ ഒരുപാട് ഫാന്റസികളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ അവള്. ഇപ്പോഴും കുട്ടിക്കാലത്ത് എവിടെയോ ലോക്കാണ് അവള്. അപ്പോൾ അതിൻ്റെതായ തമാശകളും ഇതിനകത്ത് വരണം. അപ്പൊ ഈ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല. അത് ഞാൻ തൊട്ട് മുമ്പ് പ്ലാൻ ചെയ്ത സിനിമയിൽ നിഖിലയായിരുന്നു ഹീറോയിൻ. അപ്പൊ അതിന്റെ പ്രോസസ്സായിട്ട് ഞാൻ നിഖിലയായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നിഖിലയുടെ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിഖില അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മേ ബി അത് നിഖിലയുടെ മുൻപുള്ള സിനിമകൾ കണ്ടിട്ടൊന്നുമില്ല. നിഖിലയായിട്ടുള്ള ഈ കോൺവെർസേഷനുകളിലും ഒക്കെ നിഖിലയുടെ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അറിയാം അവൾക്ക് ഹ്യൂമർ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിഖിലയിലേക്ക് എത്തിയത്. നിഖില പക്ഷെ ഭയങ്കര രസമായിട്ട് അത് ചെയ്തു. ഇനി എനിക്ക് പേടിയുണ്ടായിരുന്നു നിഖിലൊരു നായിക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നായിക ക്യൂട്ട്നെസ് പിടിച്ചു വരുമോ എന്ന് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിഖില ഒരു ദിവസം പേഴ്സണലായിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിഖില ഇതൊരു ഭയങ്കര നായിക പരിപാടിയൊന്നും പിടിക്കുന്നു, ഭയങ്കര മണ്ടിയാണ് കേട്ടോ മാളവിക. പണ്ട് ഉർവശി ചേച്ചിയൊക്കെ ചെയ്തിരുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് മാളവിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ടാണ് അവള് വന്നത്. ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവളൊരു ഒരു ക്യാരക്ടർ പിടിച്ചാണ് ചെയ്യുന്നത്. നിഖില ഭയങ്കര കയ്യൊതുക്കത്തിൽ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. കാലത്ത് ബോംബെയിലൊക്കെ പോകുമ്പോൾ ആളുകളോട് നീ ബോംബെ പോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് എവിടെ പോയി ജീവിക്കാന്ന് പറഞ്ഞ പോലെ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു വെബ് സീരീസ് ഇത്രയും രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊരു സിനിമയൊന്നും അതിപ്പോ മാസായാലും വേറെ രീതിയിൽ ഹ്യൂമർ ആയാലും ഏതായാലും വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എല്ലാ ആശംസകളും പ്രവീൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പീതാംബരൻ ജീവിക്കുന്നത് പേരിലൂരുകാരുടെ കിട്ടണമെങ്കില ഇതെന്റെ പഞ്ച് ഡയലോഗല്ലേ? സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. ഇപ്പൊ മനസ്സിലായല്ലോ സോമൻ കേവരാണെന്ന്. അപ്പൂട്ടൻ വാര്യർ ഇത് ആത്മഹത്യയാണ്. എന്തിലും ഏതിലും ദുരൂഹത കണ്ടെത്തും. ജോത്സ്യൻ അംബരീഷ്. അവിടെ നിന്നാണ് പേരില്ലൂർ കഥകളുടെ ആരംഭം. എന്റെ പേരിലൊരമ്മേ സ്പേസ് ഷിപ്പാണല്ലോ വരുന്നത്.